അൽ വഹദത്തു സാദിസ അൽ ബനഫ്സജത്തു ത്വമൂഹ്. അത്യാഗ്രഹിയായ ബനഫ്സജത്ത്, വയലറ്റ്. അൽ ബനഫ്സജ മീൻസ് വയലറ്റ് പൂവ്. ജുബ്രാൻ ഖലീൽ ജുബ്രാന്റെ ഒരു കഥയാണിത്. കാനത്ത് ഫി ഹദിയഖത്തിൻ മുൻഫരിദ, ഒരു ഒറ്റപ്പെട്ട തോട്ടത്തിലുണ്ടായിരുന്നു ബനഫ്സജത്തുൻ ജമീലത്തു സനായ, ഭംഗിയുള്ള ഇതളുകളുള്ള ഒരു വയലറ്റ് പൂവുണ്ടായിരുന്നു. ത്വയ്യിബത്തുൽ ഉർഫ്, നല്ല സുഗന്ധമുള്ള ഭംഗിയുള്ള മനോഹരിയായ പൂവ്. തായിഷു മുഖത്തനയാത്തം ബൈന അത്തുറാബിഹ, അത് തൻ്റെ സന്തോഷങ്ങളുമായി സംതൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ്. വത്തമായലു ഫരിഹത്തൻ ബൈന കാമാത്തിൽ അഷാബ്, ഉയർന്നു നിൽക്കുന്ന ചെറിയ പുല്ലുകൾക്കിടയിൽ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ട് സന്തോഷത്തോടെ ആ ബനഫ്സജി ജീവിക്കുകയാണ്. ഫഫി സ്വബാഹിൻ, ഒരു ദിവസം രാവിലെ, വഖദ് തകല്ലലത്ത് ബി ഖതരിൻ നദ, അവൾ മഞ്ഞുതുള്ളി കൊണ്ട് കിരീടം ചൂടി. ഒരു മഞ്ഞുതുള്ളി അവളുടെ തലയിൽ വന്ന് നിന്നു. അങ്ങനെ അതൊരു കിരീടമായി. റഫഅത്ത് റഅസഹ, അങ്ങനെ അവള് തല ഉയർത്തി നോക്കി. നളറത്ത് ഹവാലിഹ, തൻ്റെ ചുറ്റും നോക്കി, തല ഉയർത്തി ചുറ്റും നോക്കി. ഫറഅത്ത് വർദ്ധത്തൻ, അപ്പോൾ അവളൊരു പനിനീർ പൂവിനെ കണ്ടു. ആദ്യമായിട്ടപ്പോഴാണ് ആ പനിനീർ പൂവിനെ അവിടെ കാണുന്നത്. അതുവരെ താഴോട്ട് മണ്ണിൽ പറ്റി നിൽക്കുകയാണ്. തതതാവലു നഹവൽ അലാഇ, ഉന്നതിയിലേക്ക് ഉയർന്നു നിൽക്കുന്ന പനിനീർ പൂവ്. പനിനീർ പൂവ് വലുതായിട്ട് പോകുന്ന ചെടിയാണ്. ബനഫ്സജി മണ്ണിനോട് പറ്റി നിൽക്കുന്ന ചെടിയാണ്. ബിഖാമത്തിൻ ഹൈഫ, ഉയർന്ന രൂപത്തോടെയുള്ള ഒരു പനിനീർ ചെടിയും അതിൻ്റെ പൂവും. വറഅസിൻ യതസാമ മുതശാമിഹൻ, ഉയർന്നു നിൽക്കുന്ന തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന. കഅന്നഹു ശുഅലത്തും മിനൻ നാരി, അതൊരു തീജ്വാല പോലെയുണ്ട് ആ ഉയർന്ന ചെടിയിൽ മേലെ ഒരു പനിനീർ പൂവിനെ കാണുമ്പോൾ. മിനന്നാരി ശുഅലത്തു മിനന്നാർ, ഒരു തീനാളം എന്ന് പറഞ്ഞത്, ഒരു മെഴുകുതിരി നാളമൊക്കെ ഉണ്ടാവല്ലോ, അതേപോലെ നല്ല പ്രകാശിക്കുന്നു, തിളങ്ങി നിൽക്കുന്ന ഒരു പനിനീർ പൂവ്. കഅന്നഹു ശുഅലത്തും മിനന്നാരി ഫൗക മസ്റജത്തിൻ മിനസ് സുമുറുദ്, ഒരു വിളക്കിന്റെ തിരിയുടെ മുകളിലുള്ള തീനാളം പോലെയുണ്ട് അതിനെ കാണാൻ. അതിനെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ബനഫ്സജിന്. ഫഫതഹത്തിൽ ബനഫ്സജത്തു സഗറഹൽ അസ്റഖ, അങ്ങനെ ബനഫ്സജത്ത് തൻ്റെ നീല ചുണ്ട് തുറന്നു. വക്കാലത്ത് മുത്തനഹിദ, ഒരു നെടുവീർപ്പോടെ, ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. മാ അഖല്ല ഹല്ലി ബൈന റയാഹീൻ, ഈ ചെടികൾക്കിടയിൽ ഞാൻ എത്ര ഭാഗ്യം കുറഞ്ഞവളാണ്. വമാ ഔളഅ മഖാമി ബൈനൽ അസ്ഹാർ, പൂക്കൾക്കിടയിൽ എൻ്റെ സ്ഥാനം എത്ര താഴെയാണ്. ലഖദ് ഇബ്തദഅത്നി അത്വബീഅത്തു സഗീറതൻ ഹഖീറതൻ, എന്നെ ഈ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് ചെറുതായിക്കൊണ്ടും വെറുക്കപ്പെട്ടവളായിക്കൊണ്ടുമാണ്. ഇബ്തദഅ മീൻസ് സൃഷ്ടിക്കുക, ഒരു കാര്യം തുടങ്ങുക. അങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ചത്. വളരെ നിസ്സാരമായിക്കൊണ്ടാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അഈഷു മുൽതസിഖതൻ ബി അദീമിൽ അർളി, ഭൂമിയോട് പറ്റിച്ചേർന്നു കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. വലാ അസ്തതിഉ അൻ അർഫഅ ഖാമതി, എൻ്റെ ശരീരം ഉയർത്താൻ എനിക്ക് കഴിയുകയില്ല. നഹവ ഇസ്റിഖാഖിസ് സമായി മീൻസ് ആകാശ നീലിമയിലേക്ക് എൻ്റെ ശരീരത്തെ ഉയർത്താൻ എനിക്ക് കഴിയില്ല. ഔ ഉഹവ്വില വജ്ഹി, എൻ്റെ മുഖം തിരിക്കാനും എനിക്ക് കഴിയില്ല. നഹവ ശംസി, സൂര്യന് നേരെ. മിസ്ലമാ തഫ്അലുൽ വുറൂദ്, ഈ പനിനീർ പൂക്കളൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ പനിനീർ പൂക്കളെയൊക്കെ കണ്ടപ്പോൾ തൻ്റെ കാര്യത്തിൽ ഭയങ്കരമായ ഒരു വിഷമം തോന്നി. താൻ ഇങ്ങനെയായിപ്പോയല്ലോ, അവരൊക്കെ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് എന്ന് തോന്നി. വസമയത്തിൽ വർദ്ധത്തുമ കാലത്തുഹു ജാറത്തുഹ അൽ ബനഫ്സജത്ത്, തൻ്റെ അയൽക്കാരിയായ ബനഫ്സജത്ത് പറഞ്ഞത് വർദ്ധത്ത് കേട്ടു, പനിനീർ പൂവ് കേട്ടു. ഫഹ്തസത്ത് ലാഹികതൻ, അവൾ ചിരിച്ചു കൊണ്ടൊന്ന് ഇളകി, ഒന്ന് കുലുങ്ങി. സുമ്മക്കാലത്ത്, എന്നിട്ട് ബനഫ്സജത്തിനോട് വർദ്ധത്ത് പറഞ്ഞു. മാ അഗ്ബാക്കി ബൈനൽ അസ്ഹാർ, പൂക്കൾക്കിടയിൽ നീ എന്തൊരു വിഡ്ഢിയാണ്. ഫഅൻതി ഫീ നിഅമത്തിൻ തജ്ഹലീന ഖീമതഹ, നിനക്ക് നിന്റെ അനുഗ്രഹത്തിന്റെ വില നിനക്കറിയില്ല. തജ്ഹലീന, നിനക്കറിയില്ല, നീ അജ്ഞയാണ്. ഖീമതഹ, അതിന്റെ വിലയെ, നിനക്കുള്ള നിഅമത്തിന്റെ അനുഗ്രഹത്തിന്റെ വിലയെക്കുറിച്ച് നീ അജ്ഞയാണ്. ഫഖദ് വഹബത്കി ത്വബിയത്തു, പ്രകൃതി നിനക്ക് നൽകിയിട്ടുണ്ട്. മിന ത്വയ്യിബി വല്ലർഫി, സുഗന്ധവും, വല്ലർഫി വൽ ജമാലി, പിന്നെ ഇതും സൗന്ദര്യവും ഭംഗിയുമെല്ലാം നിനക്ക് പ്രകൃതി നൽകിയിട്ടുണ്ട്. മാലം തഹിബ്ഹൂലി കസീരിൻ മിന റയാഹീൻ, മറ്റു പല ചെടികൾക്കും നൽകാത്ത തരത്തിൽ
അത്രയും ഭംഗിയും സുഗന്ധവും നിനക്ക് പ്രകൃതി നൽകിയിട്ടുണ്ട്, എന്നിട്ടും നീ പരിതപിക്കുകയാണോ എന്ന് വർദ്ധത്ത് ചോദിച്ചു. ഫഹല്ലി അൻകി ഹാദിഹിൽ മുയൂല അൽ ഔജ അവൽ അമാനി അശരീറത്ത. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, നിന്റെ ഈ ദുഷ്ടചിന്തയും അതേപോലെ മറ്റുള്ളവരോടുള്ള ഒരു അസൂയയോടെയും അല്ലെങ്കിൽ താൻ ചെറുതായിപ്പോയി എന്ന ഒരു ചിന്ത, അതാണ് അൽ മുയൂലുൽ ഔജ വൽ അമാനിയ ശരീറ. അമാനിയ ശരീറ മീൻസ് മോശമായ ആഗ്രഹങ്ങൾ, താനും മറ്റവളെ പോലെ ആകുക, അല്ലെങ്കിൽ അത് പനീർപ്പൂ ഉന്നതിയിലാണ്, ഞാൻ താഴെ, എനിക്കും അതേപോലെ ആകണമായിരുന്നു എന്നുള്ള ആ ചിന്ത, അതും നീ ഒഴിവാക്കുക. വകൂനി ഖനൂഅത്തൻ ബിമാ ഖുസ്സിമ ലക്കി. നിനക്ക് വിധിക്കപ്പെട്ടതിൽ നീ സംതൃപ്തയാകുക, തൃപ്തിപ്പെടുക. വഅലമി, നീ അറിയുക, അന്നമൻ ഖഫള ജനാഹഹു യുർഫഉ ഖദ്റഹു. ചിറക് താഴ്ത്തുന്നവരുടെ പദവി ഉയരും. അതായത് താഴ്ന്നു നിൽക്കുന്നവർ ഉയരത്തിലെത്തും. അഹങ്കാരമൊന്നും കാണിക്കാതെ വളരെ വിനയത്തോടെ താഴ്ന്നു നിൽക്കുന്നവർ ഉന്നതിയിലെത്തും എന്ന് വർദ്ധത്ത് പറഞ്ഞു. വഅന്നമൻ തൊലബൽ മസീദ, എന്നാൽ ധാരാളമായി ആവശ്യപ്പെടുന്നവനോ, ഒരുപാട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവൻ, വഖഅഫിൻ അവൻ തീരെ ഇല്ലായ്മയിലായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക. ഫഅജാബത്തിൽ ബനഫ്സജത്തു ഖായിലത്തൻ. അപ്പോൾ വർദ്ധത്തിനോട് ബനഫ്സജത്ത് മറുപടി പറഞ്ഞു, അൻതി തുഅസീനി, നീ എന്നെ ആശ്വസിപ്പിക്കുകയാണ്, അയ്യത്തുഹൽ വർദ്ധ, പൂവേ, പന്നീർ പൂവേ, ലിഅന്നകി, കാരണം നീ ഹാസിലത്തുൻ അലാമ അതമന്നാഹു, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാനും മറ്റുള്ള ഇങ്ങനെയുള്ള ഇതൊന്നും ലഭിക്കാത്ത പൂവുകളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ദുഃഖമില്ല, നീ എന്നെ ആശ്വസിപ്പിക്കുന്നു. നിനക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറയാലോ എന്ന് പറയുന്നു. വതഗ്മുരീന ഹഖാറത്തി ബിൽ ഹികമി ലിഅന്നകി അളീമത്തുൻ, നീ എൻ്റെ ഈ ഒരു നിസ്സാരത നിന്റെ തത്വവചനം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ലിഅന്നകി അളീമത്തുൻ, കാരണം നീ അളീമത്താണ്, നിനക്കെല്ലാമുള്ള നീ വലിയ ആളാണ്. അതുകൊണ്ട് നീ എന്നെ എന്ത് ചെയ്യുകയാണ്, സമാശ്വസിപ്പിക്കുകയാണ്. അതേപോലെ നീ തത്വവചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വെറുപ്പില്ലാതാക്കാൻ നോക്കുകയാണ്, എൻ്റെ ഈ നിസ്സാരതയെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. വമാ അമറ മവാഇല സ്വാദായി, അതായത് നീ എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുകയാണ്. വമാ അമറ മവാഇല സ്വാദായി, സൗഭാഗ്യമുള്ളവരുടെ ഉപദേശങ്ങൾ, മവാഇൽ മീൻസ് ഉപദേശങ്ങൾ, മാ അമറ, എന്തൊരു കൈപ്പുള്ളതാണെന്നറിയാമോ, ഫി ഖുലൂബി തുഅസായി, സൗഭാഗ്യം ലഭിക്കാത്ത നിർഭാഗ്യവാന്മാരുടെ, സൗഭാഗ്യമുള്ളവർ നിർഭാഗ്യവന്മാരെ, ദൗർഭാഗ്യവാന്മാരെ ഉപദേശിക്കുന്നത് എത്ര കൈപ്പുള്ളതാണെന്ന് നിനക്കറിയാമോ, അത് ഭയങ്കര കൈപ്പുള്ളതാണ്. വമാ അക്സൽ കവിയു, ഒരു ശക്തനായ ആള് എത്ര കാഠിന്യമുള്ളവനാണ്, ക്രൂരനാണ്. ഇദാ വഖഫ ഖതീബൻ ബൈനസ് ളുഅഫായി, ബലഹീനർക്ക് മുമ്പിൽ പ്രസംഗകനായിക്കൊണ്ട് ഒരു ശക്തൻ എഴുന്നേറ്റ് നിന്നാൽ, അതായത് ബലഹീനരോട് ശക്തിയുള്ളവൻ പ്രസംഗിക്കുമ്പോൾ അത് വളരെ പ്രയാസകരമായ കാര്യമാണ് ബലഹീനർക്ക്. അവർക്ക് ഇവൻ പറയുന്നത് കേൾക്കാനല്ലാതെ അവനോടൊന്നും തിരിച്ചു പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വസമിയത്തി ത്വബിഅത്തു മാ ദാറ ബൈനൽ വർദ്ധത്തി വൽ ബനഫ്സജത്തി, പന്നീർ പൂവിനും ബനഫ്സജത്തിനും ഇടയിൽ നടന്ന സംഭാഷണം ത്വബിയത്ത്, പ്രകൃതി കേട്ടു. ഫഹ്തസത്ത് മുസ്തഗ്രിബത്തൻ, അങ്ങനെ അവള് വന്നു കുലുങ്ങി. സുമ്മ റഫഅത്ത് സൗതഹ ഖായിലത്തൻ, പിന്നെ അവളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, മാതാ ജറാലക്കി യബ്നതി അൽ ബനഫ്സജ, മോളെ ബനഫ്സജത്തെ, നിനക്ക് എന്താണ് പറ്റിയത്? ഖദ് അറഫ്തുക്കി, ഞാൻ നിന്നെ മനസ്സിലാക്കിയത്, ലതീഫതൻ ബി തവാളുഅക്കി, വളരെ വിനയാന്വിതയായ ആളായിട്ടാണ്. അദ്ബതൻ ബി സിഗരിക്കി, നിന്റെ നീ ചെറുതാണ്, അതേപോലെ തന്നെ നീ പരിശുദ്ധി ഉള്ള ചെടിയാണ് എന്ന രൂപത്തിലാണ് ഞാൻ നിന്നെ മനസ്സിലാക്കിയത്. തെളിഞ്ഞ മനസ്സുള്ള ഒരു ചെടിയായിട്ടാണ് ഞാൻ നിന്നെ മനസ്സിലാക്കിയത്. ഷരീഫത്തൻ ബി മസ്കനതിക, നിന്റെ സ്ഥാനം കൊണ്ട് ഔദാര്യ മഹത്വമുള്ളവളായിട്ടാണ് ഞാൻ നിന്നെ മനസ്സിലാക്കിയത്. ഫഹൽ ഇസ്തൗഹത്സ്കി അൽ മതാമി അൽ ഖബീഹ, അങ്ങനെയുള്ള നിന്നിൽ മോശമായ ആഗ്രഹങ്ങൾ നിന്നെ അതിജയിച്ചു കളഞ്ഞോ, നിന്നിൽ മോശമായ ആഗ്രഹങ്ങൾ നിന്നെ വശീകരിച്ചോ, എന്നുവെച്ചാൽ നിന്റെ മനസ്സിൽ നിന്നാണോ ഈ മോശമായ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ വരുന്നത്? ഞാൻ നിന്നെ ഇങ്ങനെയല്ല കരുതിയിരുന്നത് എന്ന് പ്രകൃതി ബനഫ്സജത്തിനോട് ചോദിച്ചു. അം സലബത്ത് അഖലക്കി അൽ അളമത്തുൽ ഫാരിഖത്തു, അല്ലെങ്കിൽ ഈ
ആവശ്യമില്ലാത്ത അനാവശ്യമായ ഈ ഉയർന്ന ചിന്ത അല്ലെ, വലിയ വലുതാകണം എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അഹംഭാവം എന്നൊക്കെ പറയില്ലേ, അത് ആയൊരു മനസ്സ്, ആയൊരു കാര്യം നിന്റെ അക്കലിനെ, നിന്റെ ബുദ്ധിയെ, നിന്റെ മനസ്സിനെ കവർന്നെടുത്തോ? നിനക്ക് അങ്ങനെ ഒരു ചിന്ത പിടിപെട്ടോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഫഅജാബത്തിൽ ബനഫ്സജത്തു ബിസൗത്തിൻ മിൽഉഹു അത്തവസ്സുൽ വൽ ഇസ്തിഗ്ഫാഫ്. അപേക്ഷയുടെ സ്വരത്തിൽ, യാചനയുടെ സ്വരത്തിൽ ബനഫ്സജത്ത് പ്രകൃതിയോട് മറുപടി പറഞ്ഞു. അയ്യത്തുഹൽ ഉമ്മുൽ അളീമത്തു ബിജബറൂതിഹ. മഹാമാതാവേ, ജബറൂത്ത് മീൻസ് അധികാരം, സ്വേച്ഛാധിപത്യം എന്നൊക്കെയാണ്. അധികാരമുള്ള മഹാമാതാവേ, അൽ ഹായിലത്ത് ബിഹനാനിഹ, അതേപോലെ അനുകമ്പയുള്ളവളുമായ മാതാവേ, അൽറാഉലൈകി ബികുല്ലി മാഫി ഖൽബി, ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം കൊണ്ടും നിന്നോട് അപേക്ഷിക്കുന്നു. മിനത്തവസ്സുലി, യാചിച്ചുകൊണ്ട്, വമാഫി റൂഹി മിന റജായി, എൻ്റെ ആത്മാവിലുള്ളത് കൊണ്ടും ഞാൻ നിന്നോട് യാചിക്കുന്നു. മിന റജായി, പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. അൻ തുജീബി തൊലബി, നീ എൻ്റെ ആവശ്യത്തിന് ഉത്തരം നൽകണമെന്ന്. വതജ്അലീനി വർദത്തൻ, എന്താണ് എൻ്റെ ആവശ്യം? എന്നെ വർദ്ധത്താക്കണം. വലൗ യോമൻ വാഹിദൻ, ഒരു ദിവസമാണെങ്കിൽ അങ്ങനെ, ഒരു ദിവസമെങ്കിലും എന്നെ ഒന്ന് പനിനീർ പൂവാക്കി തരണമേ എന്ന എൻ്റെ ആവശ്യം നീ പരിഗണിക്കുകയും അതിന് നീ ഉത്തരം നൽകുകയും ചെയ്യണമേ എന്ന് ബനഫ്സജത്ത് പ്രകൃതിയോട് ആവശ്യപ്പെട്ടു. ഫക്കാലത്ത് തൊബിയാത്തു, അപ്പോൾ പ്രകൃതി പറഞ്ഞു, അൻതിലാ തദ്രീന മാ തത്ലുബീന, നീ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിനക്കറിയില്ല. വലാ തഅലമീന മാ വറാ അൽ അളമത്തിൽ ലാഹിറത്തി, ബാഹ്യമായ മഹത്വങ്ങൾക്ക്, ബാഹ്യമായ വലിപ്പത്തിന് പിന്നിലുള്ളത് നിനക്കറിയില്ല. വലാ തഅലമീന, നിനക്കറിയില്ല. എന്തുള്ളത്? മിനൽ ബലായ അൽ ഖഫിയ, ബാഹ്യമായ സൗന്ദര്യത്തിന് അല്ലെങ്കിൽ ബാഹ്യമായ വലിപ്പത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന പരീക്ഷണങ്ങൾ, അത് നിനക്കറിയില്ല. അൽ ഖഫിയ മീൻസ് മറഞ്ഞിരിക്കുന്ന. അപ്പം ബാഹ്യമായി നമ്മൾ കാണുന്ന സൗന്ദര്യത്തിനും വലിപ്പത്തിനുമൊക്കെ പിന്നിൽ മറ്റു പല പ്രയാസകരമായ കാര്യങ്ങളുമുണ്ട്. അത് നിനക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. ഫഇദാ റഫഅതു ഖാമത്തകി വഅബ്ദൽതു സൂറത്തകി, ഫഇദാ റഫഅതു ഖാമത്തകി, നിന്റെ ശരീരത്തെ ഞാൻ ഉയർത്തിയാൽ, വഅബ്ദൽതു സൂറത്തകി, നിന്റെ രൂപം ഞാൻ മാറ്റിയാൽ, വജഅൽതുകി വർദതൻ, നിന്നെ ഞാനൊരു പന്നീർ പൂവാക്കി മാറ്റിയാൽ, തൻദമീന ഹീന ലാ യൻഫഉ നദമു, ഖേദം ഉപകാരപ്പെടാത്ത സമയത്ത് നീ ഖേദിക്കും, എന്ന് വെച്ചാൽ നീ പിന്നീട് ഖേദിക്കും, ഇപ്പോൾ ഞാൻ അങ്ങനെ ആക്കി തന്നാൽ. ഫഖാലത്തിൽ ബനഫ്സജതു, അപ്പോൾ ബനഫ്സജത്ത് പറഞ്ഞു, ഹവ്വിലി കിയാനി അൽ ബനഫ്സജി ഇലാ വർദത്തിൻ മദീദത്തിൽ ഖാമത്തി, എൻ്റെ ഈ ഒരു വയലറ്റ് രൂപം അല്ലെ, ഇതിനെ എന്ത് ചെയ്യുക? ഒരു പനിനീർ രൂപത്തിലേക്കാക്കി മാറ്റുക. എങ്ങനെയുള്ള പനിനീർ രൂപം? മദീദത്തിൽ ഖാമത്തി, ഉയർന്നു നിൽക്കുന്ന, നല്ല നീളമുള്ള ശരീരമുള്ള, മർഫഅത്തി റഅസി, തലയുയർത്തി നിൽക്കുന്ന ഒരു പന്നീർ ചെടിയാക്കി എന്നെ മാറ്റണം. വമഹ്മ യഹില്ലു ബി ബഅദ ദാലിക, അതിന്റെ ശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും, യകുൻ മിൻ സുൻഇ റഗാഇബി വമതാമിഇ, അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ടും എൻ്റെ അത്യാഗ്രഹങ്ങളും കൊണ്ടുള്ളതാണെന്ന് ഞാൻ സമാധാനിച്ചോളാം. അതുകൊണ്ട് എന്നെ ഒരു ദിവസത്തേക്കെങ്കിലും അങ്ങനെയൊന്നും ആക്കണമേ. അത് ഞാൻ ആരെയും കുറ്റം പറയില്ല അതിന്റെ ശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും. കാരണം അതിന്റെ ശേഷം എനിക്കൊന്നും സംഭവിക്കുകയില്ല. ഞാനും ഉന്നതിയിൽ ഉയർന്നു നിൽക്കുന്ന പന്നീർ പൂവായി സന്തോഷിക്കുകയുള്ളൂ എന്നാണ് ബനഫ്സജി കരുതുന്നത്. ഫഖാലത്തെ തൊബിയത്ത്, അപ്പോൾ തൊബിയത്ത് പറഞ്ഞു, ലഖദ് അജബ്തു ത്വലബക്കി അയ്യത്തുഹൽ ബനഫ്സജ് ജാഹിലത്തുൽ മുതമർരിദത്തു, അജ്ഞയായ താന്തോന്നിയായ ബനഫ്സജത്തെ, നിന്റെ ആഗ്രഹത്തിന് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു. വലാക്കിൻ ഇദാ ദാഹമത്കിൽ മസാഇബു വൽ മസാഇബു, എന്നാൽ നിന്നെ ദുരന്തങ്ങളും വിപത്തുകളും ബാധിച്ചാൽ, നിന്നെ തകർത്ത് കളഞ്ഞാൽ, ഫൽ തകുൻ ശക്വാക്കി മിൻ നഫ്സിക്കി, അപ്പോൾ നിന്റെ പ്രയാസങ്ങളും വേവലാതിയും ഒക്കെ നിന്നിൽ തന്നെയായിരിക്കണം. നീ മറ്റാരോടും അതിൻ്റെ കുറ്റവും ആവലാതിയും പറയരുത്. അതിൻ്റെ ഉത്തരവാദി നീ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഇവളുടെ രൂപം മാറ്റി. വമദ്ദത്തി ത്വബിഅത്തു അസാബിഅഹ, രൂപം മാറ്റുകയാണ്. എങ്ങനെയാ മാറ്റുന്നത്? വമദ്ദത്തി ത്വബിഅത്തു, പ്രകൃതി നീട്ടി, അസാബിഅഹ, അവളുടെ അൽ ഖഫിയത്ത, അവളുടെ ആ മാസ്മരിക, മറഞ്ഞു നിൽക്കുന്ന വിരലുകൾ നീട്ടി, അസിഹ്രിയത്ത, മാസ്മരികമായ, വലമിസത്ത്, മാസ്മരികമായ മറഞ്ഞു നിൽക്കുന്ന വിരലുകൾ പ്രകൃതി നീട്ടി,
വലമിസത്ത് ഒറൂക്കൽ ബനഫ്സജത്തി, എന്നിട്ട് ബനഫ്സജത്തിന്റെ നാഡീഞരമ്പുകൾ സ്പർശിച്ചു. ഫതഹവലത്ത് ബിലഹളത്തിൻ വാഹിദത്തിൻ, അടുത്ത നിമിഷം തന്നെ അത് തഹവലത്ത് മാറി, ഇലാ വർദത്തിൻ സാഹിയത്തിൻ മുതആലിയത്തിൻ, ഉയർന്നു നിൽക്കുന്ന ഭംഗിയുള്ള പന്നീർ പൂവായി അല്ലെങ്കിൽ ഒരു പന്നീർ ചെടിയായി മാറി. ഫൗഖൽ അസ്ഹാരി വറയാഹീൻ, മറ്റു ചെടികൾക്കും മറ്റു പൂക്കൾക്കും മുകളിലായി തല ഉയർത്തി നിൽക്കുന്ന ഒരു പന്നീർ ചെടിയും അതിൻ്റെ മേലെയുള്ള ഒരു പന്നീർ പൂവുമായി മാറി. ഫലമ്മാ ജാ അസ്റു ദാലിക നഹാരി, അങ്ങനെ അന്ന് വൈകുന്നേരമായപ്പോൾ, അന്ന് പകല് അവസാനിക്കാറായപ്പോൾ, തലബദൽ ഫളാഉ ബിഗുയൂമിൻ സൗദാ, അന്തരീക്ഷം കറുത്ത മേഘങ്ങളാൽ മൂടപ്പെട്ടു. മുബത്തനതും ബിൽ ഇഅ്സാർ, കറുത്ത മേഘങ്ങൾ മഴ പെയ്യാൻ പാകത്തിൽ എന്ത് ചെയ്തു, മൂടപ്പെട്ടു. സുമ്മ ഹാജത്ത് സവാക്കിനുൽ വജൂദ്, പിന്നെ പ്രകൃതിയിലെ മറിഞ്ഞിരിക്കുന്ന ശക്തികളൊക്കെ ഇളകി വന്നു. ഫഅബ്റഖത് വഅർദഅത്, അങ്ങനെ അത് ഇടിയും മിന്നലും ഉണ്ടാക്കി. വഅഖദത് തുഹാരിബു തിൽക്കൽ ഹദായിഖൽ അൻസാബ്, ആ ചെറിയ ഉയർന്നു നിൽക്കുന്ന പൂക്കളും ചെടികളും ഒക്കെയുള്ള ആ തോട്ടത്തോട് അത് യുദ്ധം ചെയ്തു. പ്രകൃതി യുദ്ധം ചെയ്തു, കാലാവസ്ഥ യുദ്ധം ചെയ്തു. ഫഖ്തലഅത്തിൽ അസ്ഹാറൽ, എന്ന് വെച്ചാൽ വലിയ കൊടുങ്കാറ്റ് വീശി, മിന്നലെടുത്തു, ഇടിയടിച്ചു അല്ലേ. ഫഖ്തലഅത്തിൽ അസ്ഹാറൽ മുതശാമിഖത, ഉയർന്നു നിൽക്കുന്ന പൂക്കളെയൊക്കെ അത് പൊഴിച്ചു കളഞ്ഞു. വലം തുബ്ഖി ഇല്ലാ അല റയാഹിനി സഗീറത്തി, അവശേഷിച്ചില്ല, ഫലം തുബ്ഖി അവശേഷിച്ചില്ല, ഇല്ലാ അല റയാഹിനി സഗീറത്തി, ചെറിയ ചെടികളുടെ മേലല്ലാതെ, അല്ലത്തി തൽതസിഖു ബിൽ അർളി, ഭൂമിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ചെറിയ ചെടികളിലല്ലാതെ പൂക്കളൊന്നും അവശേഷിച്ചില്ല. ഔ തഖ്തബിഉ ബൈന സുഹൂരി, അല്ലെങ്കിൽ പാറകൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ചെറിയ ചെടികളുടെ മേലല്ലാതെ പൂക്കളൊന്നും അവശേഷിച്ചില്ല. ഉയർന്നു നിൽക്കുന്ന എല്ലാ ചെടികളുടെയും പൂക്കളൊക്കെ കൊഴിഞ്ഞു വീണു കാറ്റടിച്ചിട്ട്. അമ്മാ തിൽക്കൽ ഹദീഖത്തുൽ, അങ്ങനെ നമ്മുടെ ബനഫ്സജിന്റെ പൂവും കൊഴിഞ്ഞു വീണു. അമ്മാ തിൽക്കൽ ഹദീഖത്തുൽ മുൻഫരിദത്തു, എന്നാൽ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന തോട്ടമുണ്ടല്ലോ, ഫഖദ് ഖാസത്ത് മിൻ ഹിയാജിൽ അനാസിരി മാലം തുഖാസിഹി ഹദീഖത്തുൻ ഉഖ്റ, ഭൂമിയിലുള്ള എല്ലാ തോട്ടങ്ങൾക്കും ബാധിച്ചു, എന്നാൽ നമ്മുടെ ഈ തോട്ടത്തിന് മറ്റേത് തോട്ടത്തിനേക്കാൾ കൂടുതൽ ബാധിച്ചു. ഫലം തമുറൽ ആസിഫത്തു, ആസിഫത കൊടുങ്കാറ്റ് പോയില്ല. വതൻഖശി അൽ ഉയൂമു, ആ മേഘങ്ങൾ തോർന്നില്ല, മീൻസ് മഴ പെയ്ത് തോർന്നില്ല, അതേപോലെ കൊടുങ്കാറ്റ് അവസാനിച്ചില്ല. ഹത്ത അസ്ബഹത്ത് അസ്ഹാറുഹ ഹബാഅൻ മൻസൂറൻ, അതിലെ പൂക്കളൊക്കെ ഹബാഅൻ മൻസൂറൻ, ഛിന്ന ഭിന്നമായി പോയിട്ടല്ലാതെ, എന്ന് വെച്ചാൽ പൂക്കളും ഇലകളും ചെടികളും എല്ലാം തീർത്തും തകർത്തെറിയപ്പെട്ടിട്ടല്ലാതെ ആ മഴയും കാറ്റും അവിടെ നിന്നും ആ നമ്മുടെ ഈ ചെറിയ തോട്ടത്തിൽ നിന്നും പോയില്ല. വലം യസ്ലം മിൻഹ ബഅദ തിൽക്കൽ മുഅമഅത്തിൽ ഹൗജാഇ, ആ ഇളകി വരുന്ന ആ പ്രകമ്പനം കൊണ്ടുവരുന്ന ആ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടില്ല. സിവാ ത്വാഇഫത്തുൽ ബനഫ്സജിൽ മുഖ്തബിഅത്തി ബിജുദ്റാനിൽ ഹദീഖത്തി, ആ തോട്ടത്തിന്റെ ചുവരുകളിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ചുവരുകൾക്ക് വശത്ത് മറഞ്ഞു നിൽക്കുന്ന, ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ ബനഫ്സജുകളല്ലാതെ മറ്റൊരു ചെടിയും രക്ഷപ്പെട്ടില്ല. ഉയർന്നു നിൽക്കുന്ന എല്ലാ ചെടികളും നിലംപതിച്ചു പോയി. വറഫഅത്ത് ഇഹ്ദാ, അങ്ങനെ പോയതിന് ശേഷമാണ്, ഇവരെല്ലാം മറ്റു ചെടികളെല്ലാം വീണതിന് ശേഷമാണ് കാറ്റും മഴയും പോയത്. അങ്ങനെ കാറ്റും മഴയും പോയപ്പോൾ റഫഅത്ത് ഇഹ്ദാ സബായ അൽ ബനഫ്സജി, ഒരു കുട്ടി ബനഫ്സജി തല ഉയർത്തി നോക്കി. ഫറഅത്ത്, അപ്പോൾ അവൾ കണ്ടു, മാ ഹല്ല ബി അസ്ഹാരിൽ ഹദീഖത്തി വഅസ്ജാരിഹ, ആ തോട്ടത്തിലെ പൂക്കൾക്കും മരങ്ങൾക്കും ഒക്കെ സംഭവിച്ചത് അവൾ കണ്ടു. ഫബ്തസമത്, അവൾ പുഞ്ചിരിച്ചു, ഫരിഹൻ സന്തോഷത്തോടെ. സുമ്മനാദത്ത് റഫീഖാതിഹ ഖായിലതൻ, പിന്നെ തന്റെ കൂട്ടുകാരികളെ വിളിച്ചു, മറ്റു ബനഫ്സജമാരെ വിളിച്ചു. അലാ ഫൻലുർന, നോക്കൂ, മാ ഫഅലതുൽ ആസിഫത്തു ബിറയാഹിനിൽ മുതശാമിഖത്തി, ഉയർന്നു നിൽക്കുന്ന ചെടികളോട് കൊടുങ്കാറ്റ് എന്താണ് ചെയ്തത് എന്ന് നോക്കൂ. അൽ മുതശാമിഖത്ത് തീഹൻ വഴജാബൻ, അഹങ്കാരത്തോടെയും പിന്നെ മേനി നടിച്ചുകൊണ്ടും ഉയർന്നു നിൽക്കുന്ന ആ ചെടികളോട് കൊടുങ്കാറ്റ് എന്താണ് ചെയ്തത് എന്ന് നോക്കൂ എന്ന് ഈ ചെറിയ ബനഫ്സജി വിളിച്ചു പറഞ്ഞു. ഫക്കാലത്ത് ബനഫ്സജത്തുനുഹ്റ, അപ്പോഴും എല്ലാ ബനഫ്സജും ഉണർന്നു. അങ്ങനെ അവരൊക്കെ പറഞ്ഞു, മറ്റൊരു ബനഫ്സജത്ത് പറഞ്ഞു, നഹ്നു നൽതസിഖു ബിത്തുറാബ്, നമ്മൾ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നു. വലാക്കിനന, എന്നാൽ നമ്മൾ
നസ്ലമു മിൻ ഗളബിൽ അവാസിഫ് വൽ അൻവാ, പ്രകൃതി ദുരന്തങ്ങളുടെയും അതേപോലെ അവാസിഫ് കൊടുങ്കാറ്റിന്റെയും ഒക്കെ ദേശത്തിൽ നിന്നും കോപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നു. വക്കാലത്തിൽ ബനഫ്സജത്ത് സാലിസ, മൂന്നാമത്തെ ബനഫ്സജത്ത് പറഞ്ഞു, നഹ്നു ഹഖീറാത്തുൽ അജ്സാം, നമ്മൾ വളരെ ചെറിയ വളരെ നിസ്സാരമായ ശരീരമുള്ളവരാണ്. ഗൈറ അന്ന സവാബി, എന്നാൽ ഈ ആപത്തുകളൊന്നും ലാ തസ്തതിഉ തഗല്ലുബ അലൈന, നമ്മളെ അതിജയിക്കാൻ ഇവർക്കൊന്നും കഴിയില്ല. ഈ കൊടുങ്കാറ്റായാലും പേമാരിയായാലും നമ്മളെ തകർത്ത് കളയാൻ അവർക്ക് കഴിയില്ല. ഉയർന്നു നിൽക്കുന്ന ചെടികളെയും മരങ്ങളെയും തകർക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ. വനദറത്ത്, അവരെ നോക്കി, ഇദാക മലീകത്തു ത്വായിഫത്തിൽ ബനഫ്സജി, അപ്പോൾ ഈ ബനഫ്സജിന്റെ കൂട്ടത്തിലെ റാണി നോക്കി. ഫറഅത്ത് അലാ മഖ്റുബത്തി മിൻഹ, അവൾ അവളുടെ അടുക്കൽ കണ്ടു, അൽ വർദത്തല്ലത്തി കാനത്ത് ബിൽ അംസി ബനഫ്സജതൻ, ഇന്നലെ വരെ ബനഫ്സജയായിരുന്ന വയലറ്റ് പൂവായിരുന്ന ചെടിയായിരുന്ന വർദത്തിനെ അവൾ കണ്ടു. രൂപം മാറി വർദത്തായ ആ ചെടിയെ അവൾ കണ്ടു. വഖദ് ഇഖ്തലഅത്ഹ അൽ ആസിഫത്തു, ആസിഫത്ത് അവളെ തകർത്ത് കളഞ്ഞു. വബഅസറത ഔറാഖഹ, അവളുടെ ഇലകളെയൊക്കെ പൊഴിച്ചു കളഞ്ഞു. റിയാഹു, കാറ്റ്. വ അൽഖത്ഹ അലൽ ആശാബിൽ മുബല്ലലത്ത്, അങ്ങനെ ആ നനഞ്ഞ പുല്ലിന്റെ മേൽ അവളെ വീഴ്ത്തിക്കളഞ്ഞു. അവള് തകർന്ന് വീണുപോയി. ഫബാനത്ത് കഖതീലിൻ, അവളൊരു എന്താ പറയാ കൊല്ലപ്പെട്ട ആളായി തീർന്നു. യുദ്ധത്തിലൊക്കെ കൊല്ലപ്പെട്ട് തലയേറ്റ് കിടക്കുന്നവരെ പോലെ കിടന്നു അവൾ. അർദാഹുൽ അദു ബിസഹ്മിൻ, ശത്രു അമ്പെയ്ത് കൊന്നുകളഞ്ഞ ഒരു കൊല്ലപ്പെട്ട മൃതദേഹം പോലെയായി ആ ബനഫ്സജ്, ആ വർദ്ധത്തായി തീർന്ന ബനഫ്സജ്. ഫറഫഅത്ത് മലീകത്തുൽ ബനഫ്സജ് ഖാമതഹ, റാണി തന്റെ ശരീരം ഉയർത്തി. വമദ്ദത്ത് ഔറാഖഹ, അവളുടെ ഇലകളെ നീട്ടി. വനാദത്ത് റഫീഖാത്തിഹ ഖായിലത്തൻ, തന്റെ കൂട്ടുകാരികളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, തഅമ്മൽന, നിങ്ങൾ ആലോചിക്കുക, വൻ ചിന്തിക്കുക, വൻ ലുർന, നിങ്ങൾ നോക്കുക, യാ ബനാത്തി, കുട്ടികളെ നിങ്ങൾ നോക്കുക. ഉൻലുർന ഇലൽ ബനഫ്സജത്തില്ലത്തി ഗറത്ഹ അൽ മതാമിഉ, ദുരാഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങൾ വഞ്ചിച്ചു കളഞ്ഞ നമ്മുടെ കൂട്ടുകാരിയായ ആ ബനഫ്സജത്തിനെ നിങ്ങൾ നോക്കൂ. ഫതഹവലത് ഇലാ വർദത്തിൻ, അങ്ങനെ വർദത്തായി മാറിയ ആ ബനഫ്സജത്തിനെ നോക്കൂ. ലിതതശാമഖ സാഅതൻ സുമ്മ ഹബതത് ഇലൽ ഹളീൽ, ഒരു നിമിഷത്തേക്ക് ഉയർന്നു നിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അങ്ങനെ ഉയർന്നു നിന്ന്, സുമ്മ ഹബതത് ഇലൽ ഹളീൽ, പിന്നെ ഭൂമിയിലേക്ക് പതിച്ചു പോയ ആ ബനഫ്സജത്തിനെ നിങ്ങൾ നോക്കൂ. ലിയകുൻ ഹാദൽ മഷ്ഹദ് ഉംസൂലതൻ ലകുന്ന, ഈ ഒരു രംഗം നിങ്ങൾക്കെല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് എന്താണോ ലഭിച്ചത് അതുകൊണ്ട് സംതൃപ്തമായി സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങൾക്ക് മാതൃകയാണ്, ഒരു പാഠമാണ് എന്ന് പറഞ്ഞു. അതാണ് കഥ. സ്വന്തമായി എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥയാണ്. ആരാണ് എഴുതിയത്? ജുബ്രാൻ ഖലീൽ ജുബ്രാനാണ്. ആരാണ് അദ്ദേഹം? ഫൈലസൂഫുൻ വശായിറുൻ, ഒരു കവിയും വക്കാത്തിബുൻ, എഴുത്തുകാരനും ഫിലോസഫറുമാണ്. വറസാമൻ, ഒരു ചിത്രകാരനാണ്. ലുബ്നാനിയൻ, ലുബ്നാൻകാരനായ. അമേരിക്കനുമായ അമേരിക്കൻ ലുബ്നാൻ ചിത്രകാരനും ഷായറും എഴുത്തുകാരനും ഫിലോസഫറും ഒക്കെയാണ് ഇയാള്. ഉലിദ ഫി യനായർ, 1983 ജനുവരിയിൽ അദ്ദേഹം ജനിച്ചു. ഫി ലുബ്നാനിലാണ് ജനിച്ചത്. വതൂഫിയ ന്യൂയോർക്കിൽ മരണപ്പെട്ടപ്പോൾ 1931 ഏപ്രിൽ 10 ബിദാഇസുൽ, ക്ഷയരോഗം ബാധിച്ച് മരണപ്പെട്ടു. ഹാജറ വഹുവ സഗീറുൻ, ചെറുപ്പത്തിലെ അദ്ദേഹം ഹിജറ പോയി. മഅ ഉമ്മിഹി, തന്റെ ഉമ്മയുടെ കൂടെ, വ ഇഖ്വതിഹി, സഹോദരങ്ങളുടെയും കൂടെ, അമേരിക്കയിലേക്ക് 1895 എന്ത് ചെയ്തു? 83-95 അല്ലേ? അപ്പോൾ 12 വയസ്സിൽ എന്ത് ചെയ്തു? അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരാണിവർ. അല്ലദീ ദറസ ഫീഹ അൽ ഫന്ന, അവിടെ വെച്ച അദ്ദേഹം കലകൾ പഠിച്ചു. വബദ മിശ്വാറഹുൽ അദബി, തന്റെ സാഹിത്യ യാത്ര അദ്ദേഹം തുടങ്ങുന്നത് അമേരിക്കയിൽ വെച്ചാണ്. ഇസ്തഹറ ജുബ്രാൻ പ്രശസ്തനായി ഇന്ദൽ ആലമിൽ ഗർബി ബി കിതാബിഹി നബി, പാശ്ചാത്യ ലോകത്ത് അദ്ദേഹം അന്നബി എന്ന ദ പ്രോഫറ്റ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം കൊണ്ടാണ് അദ്ദേഹം പ്രശസ്തനായത്. അസസ ജുബ്രാൻ മഅ അസ്തിഖാഇഹി ഈലിയ ബി മാലി വ മിഖായിൽ നുഐമ റാബിത്തത്തുൽ ഖലമിയ, തന്റെ കൂട്ടുകാരായ ഈലിയ അബൂമാലിയുടെയും മിഖായിൽ നുഐമയുടെയും കൂടെ ചേർന്നുകൊണ്ട് ജുബ്രാൻ റാബിത്തത്തുൽ ഖലമിയ എന്നൊരു സംഘടന സ്ഥാപിച്ചു. സ്ഥാപിച്ചു. ഫി ന്യൂയോർക്കിൽ 1920 സ്ഥാപിച്ചത്.
വമിൻ മുഅല്ലഫാത്തിഹി അദ്ദേഹത്തിന്റെ രചനകളിൽപ്പെട്ടതാണ് അൽ അദബിയ സാഹിത്യ രചനകളിൽപ്പെട്ടതാണ് ഫില്ലോത്തിൽ അറബിയ അറബി ഭാഷയിലുള്ള അദ്ദേഹം അറബിയിലും ഇംഗ്ലീഷിലും സാഹിത്യ രചനകൾ നടത്തിയിട്ടുണ്ട്. അറബിയിൽ നടത്തിയ രചനകളാണ് താഴെ പറയുന്നതൊക്കെ. എന്തൊക്കെ? ദമഅത്ത് വബ്തിസാമ, അൽ അർവാഹുൽ മുതമരിദ, അൽ അജ്നിഹത്തുൽ മുതകസ്സിറ, അൽ അവാസിഫ്, അൽ ബദാഇ വത്തറായിഫ്, അറായിസ്, മുറൂജ് വൽ മവാഖിബ്. ഇതൊക്കെ വമിൻ മുഅല്ലഫാത്തിഹി ഫില്ലോത്തിൽ ഇംഗ്ലീഷിൽ ഏതൊക്കെയാണ്? അൽ മജ്നൂൻ, റംലു വസുബ്ദ്, യസ്ഉബ്നു അൽ ഇൻസാൻ, വഹദീഖത്തുൻ നബി ഇവയൊക്കെ. കൂടാതെ അന്നബി എന്നതും ദ പ്രോഫറ്റ് എന്നതും. ഇതാണ് ജിബ്രാന്റെ കഥ. ഇനി ഇവിടെ കുറച്ചു ആക്ടിവിറ്റീസ്. ഇംലയിൽ ഫറാബിൽ കലിമാത്തിൽ മുനാസിബ. റഫഅത്തിൽ ബനഫ്സജത്തു റഅസഹ വനളറത് ഹവാലിഹ. ഫതഹത്തിൽ ബനഫ്സജത്തു സഗറഹ അൽ അസ്റഖ. മാ അഖല്ല ഹല്ലി ബൈനൽ റയാഹീൻ അല്ലെങ്കിൽ ബൈനൽ അസ്ഹാർ. മാ അഗ്ബാക്കി ബൈനൽ റയാഹീൻ. അൻത തുഅസീനി അയ്യത്തുഹൽ വർദത്ത്. പിന്നെ അയ്യത്തുഹൽ ഉമ്മുൽ അളീമത്തു ബിജബറുത്തിഹ. മഹാമാതാവേ. ഇനി റത്തിബ്, ഈ ഓർഡറിലാക്കണം. കാനത്ത് ഫി ഹദീഖത്തിൻ ബനഫ്സജത്തുൻ ജമീലത്തുൻ. റഫഅത്ത് റഅസഹ വനളറത് ഹവാലിഹ. മാ ഔളഅ മഖാമി ബൈനൽ അസ്ഹാർ. മാദാ ജറാ ലക്കി യബ്നതി അൽ ബനഫ്സജ. അൻതി ലാ തദ്രീന മാ തത്ലുബീന. അൽ ഫഹ്മു വൽ ഇസ്തിആബ്. മാദാ ഫഅലത്തിൽ ബനഫ്സജത്തു ഫി സ്വബാഹി. രാവിലെ ബനഫ്സജത്ത് എന്താണ് ചെയ്തത്? റഫഅത്ത് റഅസഹ വനളറത് ഹവാലിഹ. റഫഅത്ത് അൽ ബനഫ്സജത്തു റഅസഹ. ബനഫ്സജത്ത് തന്റെ തല ഉയർത്തി. വനളറത് ഹവാലിഹ എന്നിട്ട് അവൾക്ക് ചുറ്റും നോക്കി. രണ്ടാമത്തത് കൈഫ റഅത്തിൽ ബനഫ്സജത്തു അൽ വർദത. ബനഫ്സജത്ത് വർദ്ധത്തിനെ എങ്ങനെയായിക്കൊണ്ടാണ് കണ്ടത്? റഅത്തിൽ ബനഫ്സജത്തു അൽ വർദത മുതശാമിഹതൻ മുർതഫിഅതൻ റഅസഹ. തലയുയർത്തി പിടിച്ചു നിൽക്കുന്നതായിക്കൊണ്ടാണ് കണ്ടത്. മാദാ സഅലത്തി തബിയത്തു ലിൽ ബനഫ്സജത്തി. പ്രകൃതി ബനഫ്സജത്തിനോട് എന്താണ് ചോദിച്ചത്? അത് ഇതല്ലേ, ഇത് യബ്നതി. മാദാ ജറാ ലക്കി യബ്നതി അൽ ബനഫ്സജ. മോളെ ബനഫ്സജത്തെ നിനക്ക് എന്ത് പറ്റിയെന്നാണ് ചോദിച്ചത്. മാദാ അജാബത്തിൽ ബനഫ്സജത്തു ലി തബിയത്ത്. തബിയത്തിനോട് എന്താണ് ബനഫ്സജത്ത് പറഞ്ഞത്? കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, അതിലിങ്ങനെ പറഞ്ഞതായിട്ട് എഴുതാം. ഖാലത്ത് അജാബത്തിൽ ബനഫ്സജത്തു ലി തബിയത്തി അൻ തുഹവ്വിലഹ ഇലാ വർദത്തിൻ. തന്നെ ഒരു പന്നീർ പൂവാക്കി മാറ്റാൻ വേണ്ടി പറഞ്ഞു. അതാണ് പറഞ്ഞത്. മാദാ ത്വലബത്തിൽ ബനഫ്സജത്തു മിൻ. മാദാ അജാബത്തിൽ ബനഫ്സജത്തു ലി തബിയ. രണ്ടും ഒരേ ചോദ്യമാണല്ലേ. തബിയത്തിന് എന്താണ് മറുപടി കൊടുത്തത്? മേലെ കുറെ മറുപടി പറഞ്ഞു എഴുതല്ലേ, അത് എഴുതുക. പിന്നെ മാദാ ത്വലബത്തിൽ ബനഫ്സജത്തു മിന തബിയ. എന്താണ് ആവശ്യപ്പെട്ടത് എന്ന ചോദ്യത്തിന് ത്വലബത്തിൽ ബനഫ്സജത്തു മിന തബിയത്തി അൻ തുഹവ്വിലഹ ഇലാ വർദത്തിൻ. ഒരു പന്നീർ പൂവാക്കി മാറ്റാൻ ആവശ്യപ്പെട്ടു. മാ ഹദസ മസാ ദാലിക്കൽ യൗം. അന്ന് വൈകുന്നേരം എന്ത് സംഭവിച്ചു? മസാ ദാലിക്കൽ യൗമി ജാഅത്ത് ആസിഫത്തുൻ. കൊടുങ്കാറ്റ് വന്നു. വ നസലൽ മത്തറു ശദീദു. ശക്തമായ കാറ്റ് വീശി. ഫ ഹലക ജമീഉ അന്നബാതാത്തി റയാഹീനി വൽ വറൂദി ഫിൽ ഹദീഖത്തി ഇല്ലൽ ബനഫ്സജ്. ബനഫ്സജ് അല്ലാതെ മറ്റുള്ള എല്ലാ ചെടികളും എന്ത് ചെയ്തു? ഹലക്ക, നശിച്ചു പോയി. ഫഹലക ഫീഹിം, അവരുടെ കൂടെ നശിച്ചു. അൽ ബനഫ്സജുല്ലത്തി അല്ലത്തി തഹവലത് ഇലൽ വർദത്തി. വർദത്തായി മാറിയ ആ ബനഫ്സജും എന്ത് ചെയ്തു? ഹലക്ക, നശിച്ചു പോയി. മാദാ അസാബത്തിൽ ബനഫ്സജത്തു അഖീറൻ. അതല്ലെങ്കിൽ അവസാനത്തെ ചോദ്യത്തിന് എഴുതിയാൽ മതി. ബനഫ്സജത്തിന് എന്ത് സംഭവിച്ചു? ഹലക്കത്ത് അൽ ബനഫ്സജത്തു ഫിൽ ആസിഫത്തി. അവസാനം എന്ത് സംഭവിച്ചു എന്നാ ചോദിച്ചല്ലേ. അവസാനം അവള് നശിച്ചുപോയി, കൊടുങ്കാറ്റിൽ മരണപ്പെട്ടു പോയി. തർജിമില്ല ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഫതഹത്തിൽ ബനഫ്സജത്തു സഗറഹൽ അസ്റഖ്. ദ വയലറ്റ് ഓപ്പൺഡ് ഹെർ ബ്ലൂ ലിപ്സ്. വയലറ്റ് തന്റെ നീല ചുണ്ടുകൾ തുറന്നു. ഐഷു മുൽത്തസിക്കത്തൻ ബി അദീമിൽ അർലി. ഐ ലിവ് സ്റ്റക്ക് ഓൺ ദ എർത്ത്. ഭൂമിയിൽ എന്താ പറയാ, ഒട്ടിച്ചേർന്നുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ലാ അസ്തതിഉ അൻ അർഫഅ ഖാമത്തി നഹ്വ സമായി. എനിക്കെൻ്റെ ശരീരം
ആകാശത്തിലേക്ക് ഉയർത്താൻ കഴിയുന്നില്ല. ഐ കാൺട്ട് റൈസ് മൈ ബോഡി ഇൻ ടു ദി സ്കൈ. മൻ തൊലബൽ മസീദ വക്കാഫിൻ നുഖ്സാൻ. ആരെങ്കിലും കൂടുതലായി ആവശ്യപ്പെട്ടാൽ അവൻ എന്ത് സംഭവിക്കും? ഒന്നുമില്ലായ്മയിലേക്ക് വീണു പോകും. അത് ഞാൻ പറയാം. മൻ തൊലബൽ മസീദ, ഹു ആസ്ക്സ് ഫോർ മോർ, വക്കാഫിൻ നുഖ്സാൻ, വിൽ എൻഡ് അപ്പ് ഇൻ ലെസ്. ഇതെയും ഒന്നുമില്ലായ്മയിൽ അവൻ്റെ കാര്യം അവസാനിക്കും, ഒന്നുമില്ലായ്മയിൽ പതിക്കും. സമയത്തെ തൊബിഅത്തു, ദ നേച്ചർ ഹിയർഡ്, നേച്ചർ കേട്ടു, പ്രകൃതി കേട്ടു. മാ ദാറ ബൈനൽ വർദ്ധത്തി വൽ ബനഫ്സജത്തി, പന്നീർ പൂവിനും ഈ ബനഫ്സജത്തിനും ഇടയിൽ നടന്നത്. സമയത്ത് ദ നേച്ചർ ഹിയർഡ് വാട്ട് ഹാപ്പൻഡ് ബിറ്റ്വീൻ ദ വയലറ്റ് ആൻഡ് ദ റോസ്, വയലറ്റിനും റോസിനും ഇടയിൽ നടന്നത് കേട്ടു. ഇഷ്റഹൽ ഇബാറാത്തിലാത്തിയ ബയാൻ സിയാഖ്, സന്ദർഭം വിവരിക്കണം, എപ്പോഴാണ് ആരോടാണ് പറഞ്ഞത് എന്നൊക്കെ. അൻതി തുഅസീനി അയ്യത്തുഹൽ വർദ, നീ എന്നെ ആശ്വസിപ്പിക്കുകയാണ് വർദ്ധത്തെ. ലി അന്നക്ക് ഹാസലത്തൻ അല മാത്തമന്ന, കാരണം നിനക്ക് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയെന്ന് ആരാണ് പറഞ്ഞത്? ഖലത്ത് ഹാദിഹിൽ ഇബാറത്ത അൽ ബനഫ്സജത്തു ലിൽ വർദ്ധത്തി, വർദ്ധത്തിനോട് പറഞ്ഞതാണ്. എപ്പോൾ? ലമ്മ ഹാവലത്തിൽ വർദ്ധത്തു, വർദ്ധത്ത് ശ്രമിച്ചപ്പോൾ. എന്തിനെ ശ്രമിച്ചപ്പോൾ? അൻ തുഅസിയഹ, അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞതാണ് ആ കാര്യം. അടുത്ത അൻതില തദ്രീന മാ തദ്ലുബീന, നീ എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് നിനക്കറിയില്ല. വല തഅലമീന മാ വറ അൽ അളമത്തിൽ ലാഹിറതി മിനൽ ബലാഇൽ ഖഫിയ, ബാഹ്യമായി കാണുന്ന വലിപ്പത്തിന് പിന്നിലുള്ള പ്രയാസങ്ങൾ നിനക്കറിയില്ല എന്നാല് പറഞ്ഞതാണ്. കാലത്ത് ഹാദിഹിൽ ഇബാറത്ത അത്തൊബിഅത്തു ലമ്മ തൊലബത്തുഹു, തൊബിയത്ത് പറഞ്ഞതാണിത്. എപ്പോൾ? ലമ്മ തൊലബത്തുഹു, അവളോട് ആവശ്യപ്പെട്ടപ്പോൾ. അൽ ബനഫ്സജത്തു, ബനഫ്സജത്ത് തൊബിയത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ. എന്തിനെ? അൻ തുഹവ്വിലഹ ഇല വർദ്ധത്തിൻ, തന്നെ ഒരു വർദ്ധത്താക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തൊബിയത്ത് ബനഫ്സജിനോട് പറഞ്ഞതാണിത്. നഹനു നൽതസിഖു ബിത്തുറാബ്, നമ്മൾ മണ്ണിൽ ഒട്ടി ജീവിക്കുന്നു. വലാകിനന നസ്ലമു മിൻ ഗളബിൽ അവാസിഫി വൽ അൻവാ, എന്നാൽ നമ്മൾ പ്രകൃതി ദുരന്തങ്ങളിലും മറ്റേ കൊടുങ്കാറ്റുകളുടെയും കോപം നമ്മളെ ബാധിക്കുകയില്ല. ഇതാരാണ് പറഞ്ഞത്? കാലത്ത് ഹാദിഹിൽ ഇബാറത്ത ബനഫ്സജത്തുൻ സഗീറത്തുൻ, എപ്പോൾ? ഒരു ചെറിയ ബനഫ്സജത്ത് പറഞ്ഞതാണ്. എപ്പോൾ? ബഅദ ഇന്തിഹാഇൽ ആസിഫത്തി വൽ മത്തരി, കൊടുങ്കാറ്റും മഴയും പോയതിനു ശേഷം, അവസാനിച്ചതിന് ശേഷം ഒരു ബനഫ്സജത്തിന്റെ കുട്ടി പറഞ്ഞതാണിത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ലമീറുകളാണ് ഇവിടെ പറയുന്നത്. ഇത് നോക്കിയാൽ മതി. അന നജീബ്, ഞാൻ നജീബാണ്. താലിബിൻ മിൻ ജാമിഅത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ നജീബാണ് ഞാൻ. ഹാദാ യാസർ, ഇത് യാസറാണ്. ഹുവ സമീൽ, അവൻ എൻ്റെ കൂട്ടുകാരനാണ്. ഫിൽ ജാമിയ, യൂണിവേഴ്സിറ്റിയിൽ. നുസാഫിർ ഇല മൂന്നാർ, ഞങ്ങൾ മൂന്നാറിലേക്ക് പോകുന്നു. ഹിയ മിൻതഖത്തുൻ മശൂറത്തുൻ ഇൻദന, അത് ഫേമസ് ആയ സ്ഥലമാണ്. ഹൽ അൻത മിൻ മൂന്നാർ മിൻ യാ അഖിയൽ കരീം, നീ മൂന്നാറിൽ നിന്നാണോ സഹോദര? ഈ സംഗതി ഇതിലുള്ള എന്താണ്? അൻത, അന എന്നൊക്കെ പറയുന്നത് ലമീറുകളാണ്. നോക്കിക്കോളൂ. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു, ഇവയൊക്കെയാണ് ലമീറുകൾ, ഈ 14 എണ്ണം. ഇതിൽ ഹുവ ഹുമാഹും എന്നുള്ളത് മുദക്കറാണ്, പുരുഷന്മാരോട് പറയുന്നതാണ്. അവൻ, അവർ 2 പുരുഷന്മാർ, അവർ 2-ൽ കൂടുതൽ പുരുഷന്മാർ. ഹിയ ഹുമാഹുന്ന എന്നത് എന്താണ്? മുഅന്നസാണ്. അവൾ 2 സ്ത്രീകൾ, അവർ 2-ൽ കൂടുതൽ സ്ത്രീകൾ. അൻത അൻതുമ അൻതും എന്നുള്ളത് മുദക്കറാണ്, നീ, നിങ്ങൾ 2 പേർ, നിങ്ങൾ. അൻതി അൻതുമ അൻതുന്ന എന്നുള്ളതും മുഅന്നസാണ്, നീ, നിങ്ങൾ 2 പേർ, നിങ്ങൾ. അന നഹനു എന്നുള്ളത് മുദക്കറും മുഅന്നസുമാണ്. മുദക്കറാണെങ്കിലും മുഅന്നസാണെങ്കിലും അന നഹൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ ഗായിബ് ഹാദിർ എന്ന് കൊടുത്ത് നോക്കൂ. ഇതിൽ ഹുവഹുമാഹും ഹിയഹുമാഹുന്ന, ഈ 6 എണ്ണം ഗായിബാണ്. പിന്നെയോ അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, ഈ 6 എണ്ണം ഹാദിറാണ്. അന നഹനു, ഈ 2 എണ്ണം മുതക്കല്ലിമാണ്. ഗായിബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിൽക്കുന്നത്. അവൻ എന്ന് പറയാൻ മറ്റൊരാളെ കൊണ്ടാണല്ലോ, അപ്പോൾ അവൻ, അവർ എന്നൊക്കെ പറയുന്നത് ഗായിബാണ്. പിന്നെ ഹാദിർ എന്ന് പറഞ്ഞാലോ, നമ്മൾ ആരെയാണോ അഭിസംബോധന ചെയ്യുന്നത് അവർ, അല്ലെ, നീ, നിങ്ങൾ, അതാണ് ഹാദിർ. ഇനി അൽ മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കുന്നയാൾ, അല്ലെ, അനാനഹനു, അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അൽ മുത്തക്കല്ലിമ ഫസ്റ്റ് പേഴ്സൺ, അൽ ഹാദിർ സെക്കൻഡ് പേഴ്സൺ, അൽ ഗായിബ് തേർഡ് പേഴ്സൺ. ഓക്കെ.